ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ പാർട്ട് 1 ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടിന്യൂഷനാണ്, പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മളിട്ടത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ആളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ആ പാർട്ട് 1 ഷെയർ ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് B2 ലാംഗ്വേജ് പഠിച്ചത് തൊട്ട് പിന്നെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തതും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും അതേപോലെ തന്നെ ഇവിടെ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ എക്സാമും കാര്യങ്ങളാണ് ആൾക്ക് ചെയ്യേണ്ട വന്നതിനെ കുറിച്ചാണ് ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി പാർട്ട് 2 നമ്മൾ കാണാൻ പോകുന്നത് ആര്യ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് വർക്കിന് കയറിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്തത്, അതേപോലെ തന്നെ ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, പിന്നെ എത്രയാണ് സാലറി കിട്ടിയിരുന്നത്, അക്കോമഡേഷൻ എങ്ങനെയായിരുന്നു, പിന്നെ ആര്യ ഇപ്പോൾ ആളുടെ ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ സ്പൗസ് വിസയുടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയാം. അതായത് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ വേറൊരു കൺട്രിയിൽ നിന്ന് വരുന്ന ഒരാളാണ്, അതേപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. അപ്പോൾ നിനക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിൻ്റെ കൂടെയുള്ള സ്റ്റാഫുമാരുടെയും അതേപോലെ തന്നെ പേഷ്യൻസിൻ്റെയും ഒക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായോ, അതോ അവർ കോപ്പറേറ്റീവ് ആയിരുന്നു, അതെങ്ങനെയായിരുന്നു? ലാംഗ്വേജിൻ്റെ വല്ല പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടവന്നുണ്ടോ? ഞാൻ ഫസ്റ്റ് കയറിയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ ഞാൻ കയറിയപ്പോൾ അതും എനിക്ക് കിട്ടിയ അപ്ടൈലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൈവറ്റ് തന്നെയാണ്. പ്രൈവറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കണ്ടീഷനും വരും. അപ്പോൾ VIP പേഷ്യൻസ് എന്നൊക്കെ പറയില്ലേ, പൈസ കൊടുത്ത് നിൽക്കുന്നവർ, ബാക്കി എല്ലാവരും ഫ്രീ ആയിട്ട് കയറുന്നവരല്ലേ. അവരെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് പേ ചെയ്ത് നിൽക്കുന്ന സ്റ്റാഫ് അല്ല പേഷ്യൻസ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കെയർ കൂടുതൽ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന സ്റ്റാഫുമാരും കുറച്ചും കൂടിയും പൊളൈറ്റായിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഞാൻ വരുമ്പോൾ അവർക്ക് മെയിനായിട്ട് വൈറ്റൽസ് എടുക്കുക, ബേസിക് കെയർ ചെയ്യുക, ഫുഡ് കൊടുക്കുക, അങ്ങനത്തെ നമുക്ക് പേഷ്യൻ്റായിട്ട് ഇങ്ങനെ സംസാരിക്കാനോ കമ്മ്യൂണിക്കേഷനോ അങ്ങനെ ഒന്നും വരണില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും പഠിച്ചിരുന്നില്ല. ലാംഗ്വേജ് നിനക്ക് അതെ, അവരെന്തൊക്കെയോ അവരും മെയിനായിട്ട് സ്റ്റാഫുമാർ ഒരാൾ പോകുമ്പോൾ അവരുടെ കുറ്റം പറയുക, അങ്ങനെ. അല്ലാണ്ട് എനിക്കൊന്നും അവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കട്ടപ്പണിയും എനിക്ക് അതുകൊണ്ട് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. പിന്നെ സാലറിയും കുറവാണ് അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ മാറി. ഞാൻ എന്നിട്ട് ഗൂഗിളിൽ നോക്കി, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ തന്നെ മെയിൽ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു മലയാളീസ് ആരെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ അവരും എനിക്ക് അവരുടെ കോൺടാക്റ്റ് തന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ചേച്ചിമാരെ വിളിച്ച് സംസാരിച്ചു. പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ മാറുമ്പോൾ ഇവിടെ തന്നെയാണെന്ന് വെച്ചാൽ അവർ നമ്മളുടെ അടുത്ത് ഒരു ദിവസം വന്ന് വർക്ക് ചെയ്ത് നോക്കാൻ പറയും. എന്നിട്ട് നമുക്ക് ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്കും ഓക്കെ ആണോ അവരും നമ്മളെ എക്സാമിൻ ചെയ്യും, നമ്മളെങ്ങനെയുണ്ട് എന്നുള്ളത്. എന്നിട്ട് അവർ ഓക്കെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളും ഓക്കെ സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെയാണ്. ഈ അക്കോമഡേഷൻ ആരാണ് സെറ്റ് ചെയ്തത്? അതായത് ഹെസനിലാണ് ആദ്യം എത്തിയത്. ഹെസനിൽ നിന്ന് ഹോസ്പിറ്റലിൽ പിന്നെ റെഡി ആവാണ്ടാണ് പിന്നെ ഇപ്പോൾ ഫ്രാങ്ക്ഫോർട്ടിലാണ് ഇപ്പോൾ ആര് വർക്ക് ചെയ്യുന്നത്. ഹെസനിലെ ഏത് ഹോസ്പിറ്റലാണ് ആദ്യം? ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പല ഹോസ്പിറ്റൽ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് വേറെ ഹോസ്പിറ്റലിലുണ്ട്, അവർക്ക് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്തു. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഏജൻറ്റായിട്ട് എനിക്ക് പുറത്ത് പറഞ്ഞെടുത്ത് എന്താണ് ചെയ്തത്, ആളെന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. ഇപ്പോൾ പുതിയ കയറിയ ഹോസ്പിറ്റലിൽ അവർക്ക് അക്കോമഡേഷൻ കുറേ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അന്വേഷിക്കേണ്ട വന്നില്ല. ഹോസ്പിറ്റലിലെ അക്കോമഡേഷൻ കിട്ടി. അതിന് എത്രയായിരുന്നു റെന്റ് വന്നത്? ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ഫ്രാങ്ക്ഫർട്ട് ആയതുകൊണ്ടാണ് 370 എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അത് ഇത്രയും കൂടുതൽ ഫ്രാങ്ക്ഫർട്ട് ആയതുകൊണ്ടാണ്. ഇതിനും കുറവ് ഒക്കെ കിട്ടും, 200 കിട്ടുന്ന ഹോസ്പിറ്റൽ അക്കോമഡേഷൻ വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ പുതിയ ഹോസ്പിറ്റലിലേക്ക് ആര്യ തന്നെയാണല്ലോ മാറിയത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ട വന്നത്? അതിന് എന്താ ചെയ്യേണ്ട വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഔസ്ലാൻഡർ ബിഹോഡയിൽ പറയണം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ മാറുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. പുതിയ ഹോസ്പിറ്റലിൽ ഫെട്രാഗ് ചോദിക്കും, കോൺട്രാക്റ്റ് ചോദിക്കും, പിന്നെ ഒരു ബുണ്ടസബൻറ്റ്വെയർ ഉണ്ട്. അപ്പോൾ അത് ഔസ്ലാൻഡർ ബിഹോഡക്കാരാണ് ചെയ്യുക. അതിന് ശരിക്കും നമുക്കൊരു 4 വർഷത്തെ കാർഡ് ഉണ്ടെന്ന് വെച്ചാൽ, റെസിഡൻസ് പെർമിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും, 14 ദിവസത്തിനുള്ളിലൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് 6 മന്തിൻ്റെ വിസ തന്നെയായിരുന്നു, അത് എക്സ്പയർ ചെയ്യണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് 2 മന്ത്സ് എടുത്തായിരുന്നു ഈ ബുണ്ടസബൻറ്റ്വെയർ കിട്ടാൻ. ബുണ്ടസബൻറ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആർബൈറ്റ് സെർലോബിനസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടണം. നമുക്ക് നമ്മുടെ വിസയിൽ, നാട്ടിൽ നിന്ന് അടിച്ചു വരുന്ന വിസയിൽ ഉണ്ടാവും ഇന്ന ഹോസ്പിറ്റലിൽ മാത്രമേ കയറാൻ വർക്ക് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതിനെനിക്ക് 2 മാസം എടുത്തായിരുന്നു. അപ്പോൾ ആ 2 മാസം എടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പേപ്പേഴ്സൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഔസ്ലാൻഡർ ബിഹോഡക്കാരെന്നെ വിളിച്ചു, എല്ലാ പേപ്പേഴ്സും ശരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോയപ്പോൾ അവരെനിക്ക് 4 വർഷത്തെ വിസ
റെസിഡൻസ് പെർമിറ്റ് എനിക്ക് തരാണ് ചെയ്തത് വിത്ത് ഈ പുതിയ ഹോസ്പിറ്റലിലെ ആർബിറ്റ്സ് എർലോഗനസുമായിട്ട്. ഇപ്പോൾ പുതിയ ഹോസ്പിറ്റൽ എങ്ങനെയുണ്ട് വർക്ക്? ഇപ്പോൾ ഏത് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഗൈനക്കായിരുന്നു എക്സ്പീരിയൻസ്. അപ്പോൾ എനിക്കിവിടെ ഗൈനക്ക് വിത്ത് കിൻഡർ സിമ്മറിലാണ്. കിൻഡർ സിമ്മർ എന്ന് വെച്ചാൽ കുട്ടികളുടെ, അതായത് ഫ്രഷ് ബേബീസിൻ്റെ കൂടെയാണ് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ നിൻ്റെ കൂടെ വർക്ക് ചെയ്യണ സ്റ്റാഫ്മാരായാലും പേഷ്യൻസ് ആയാലും അവരുടെ? ഇപ്പോൾ നമുക്കിപ്പോൾ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് ജർമ്മൻ പറയാൻ പറ്റുന്നില്ലേ B2 കഴിഞ്ഞാലും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നമുക്ക് ലാംഗ്വേജ് അറിയാത്തതാണ് ഇപ്പോൾ, അപ്പോൾ അവരെങ്ങനെയാണ് സഹകരിക്കുന്നുണ്ടോ അതോ ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും ഞാൻ ഹോസ്പിറ്റലിൽ മാറിയപ്പോഴാണ് ശരിക്കും ഒരു ബ്ലെസ്സിങ് എന്ന് പറയാം അതന്നെ ഉണ്ടായത്. കാരണം എനിക്ക് ഒരു മാസം അയനാർബൈറ്റും കിട്ടും. അയനാർബൈറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് ഒരാളുടെ ഗൈഡൻസ് എപ്പോഴും ഉണ്ടാവും. പക്ഷേ അയാൾ എപ്പോഴും നമ്മൾ വാച്ച് ചെയ്യില്ല. നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ഉറപ്പില്ലാത്ത കേസിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ അവർ നിൽക്കും. അല്ലാത്ത കാര്യത്തിലൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആക്കി വിടും അങ്ങനെ. അപ്പോൾ എനിക്കൊരു മലയാളി ചേച്ചിനെയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു. പിന്നെ 1 മന്ത് ആ ചേച്ചിയുടെ കൂടെ ഇട്ട് ഞാൻ ഫിറ്റാണെന്ന് നോക്കി ആയപ്പോൾ ആ ചേച്ചി പിന്നെ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡ്യൂട്ടി ഇടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ കൊളീഗ്സ് ആണെങ്കിൽ കൂടി നമുക്ക് ഓവർ തരുമ്പോഴായാലും ഭയങ്കര പതുക്കെയാണ് സംസാരിക്കുള്ളൂ. പിന്നെ സ്ലോ ആയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് വെച്ചാൽ നീ ഇതെന്തായാലും ചെയ്യണം, ബാക്കി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിങ്ങനെ നമ്മളിപ്പോൾ A1 A2 പഠിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ കുറേ DLX ഒക്കെ വരും. അതൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ആദ്യമായിട്ട് കേൾക്കാത്ത പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ അവസരങ്ങൾ ഉണ്ടാവും. എന്നാലും ഇപ്പോൾ ഞാൻ കയറിയിട്ട് 1 ഇയറിൻ്റെ അടുത്ത് ആവാറായി. എന്നാലും ചിലപ്പോൾ പെട്ടെന്ന് വല്ല എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് എന്തിട്ട് അവർ പറയണേ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴോട് ഞാൻ പുതിയതാണ് കുറച്ച് പതുക്കെ പറയും. അങ്ങനെ നമ്മൾ ജർമ്മൻ തന്നെ പറഞ്ഞ് നമ്മൾ എഫോർട്ട് എടുക്കുന്നുണ്ടെന്ന് കേൾക്കുകയാണെങ്കിൽ അവരൊന്നും കൂടിയും നമ്മളെ മനസ്സിലാക്കി കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടാണ് കുറച്ചുകൂടി പതുക്കെ പറയാൻ അവർക്ക്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഞാൻ കുറച്ച് നാളായതുകൊണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സിനായാലും ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയല്ലേ. അപ്പോൾ പീഡിയാട്രിഷ്യൻസ് മാത്രമേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മളറിയാം, ആര്യ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പുതിയതാണ് അല്ലേ. അപ്പോൾ അവർ അത്രയും പതുക്കെ പറയുള്ളൂ. പക്ഷേ വല്ല എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്, എന്തെങ്കിലും സിക്ക് ബേബീസൊക്കെ വരുമ്പോൾ അവരും ആ ടെൻഷനിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ ചിലപ്പോൾ അവർ കുറേ നമ്മളോട് സംസാരിക്കും. ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടുമായിരിക്കും, പക്ഷെ കുറേ എക്സ്പ്ലനേഷൻ അവർ തരും. എന്നിട്ട് ഞാനപ്പോൾ ലാസ്റ്റ് ചോദിക്കും, നമ്മൾ ABG അനാലിസിസ് എടുക്കില്ലേ, അതെടുക്കാനാണ് അവർ നമ്മളോട് ഓർഡർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഇത് ബെറ്റർ ആയിരിക്കും, അവർ നമുക്ക് സജഷൻ തരാണ്. അപ്പം ഞാൻ ലാസ്റ്റ് പറയും, അപ്പം ഞാൻ ഒരു ABG എടുക്കണം. എന്നിട്ട് ഞാൻ വീണ്ടും വിളിച്ച് പറയണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ എന്നിട്ട് അപ്പം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അപ്പം നമുക്ക് ഉറപ്പായി അവരും ആ ടെൻഷനിൽ ചിലപ്പോൾ കുറേ എന്തൊക്കെയോ സംസാരിച്ച് പോകും. അപ്പം നമ്മളും പാനിക്കാവും, അവരും പാനിക്കാവും. അത് ശരിക്കും ലാംഗ്വേജ് പഠിക്കാൻ ഒരു 2 years ഒക്കെ ശരിക്കും എടുക്കും. എന്നാലും ഒരു 80% ആവുള്ളൂ. അപ്പോൾ ഇവരുടെ ഈ DLXും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഫ്ലുവൻ്റ് അല്ലാന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട്, അതായത് അതിനെ പേടിക്കേണ്ട ഇവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എല്ലാവരും ജർമ്മൻസ് കുറവാണ് ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ. അപ്പോൾ എല്ലാവരും ഇതേപോലെ പഠിച്ച് പതുക്കെ വന്നിട്ടുള്ളവരായതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാവും. പിന്നെ കൊളീഗ്സ് ആണെങ്കിൽ കൂടി ഈ ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും കുറച്ചും കൂടെയൊക്കെ ചോദിക്കും. അങ്ങനെ നമുക്ക് ജർമ്മൻ കുറച്ചുകൂടി സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ നമുക്കുണ്ടാവും. പിന്നെ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ എങ്ങനെയായിരുന്നു? പേഷ്യൻസ് ഇപ്പോൾ ചില പേഷ്യൻസിനെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാവും. ചിലർ ദേഷ്യപ്പെടുന്നവരുണ്ടായിരിക്കും, അതിപ്പോൾ എല്ലാവിടെയും ഉണ്ടല്ലോ. ഇപ്പോൾ ചിലർ ബെല്ലടിക്കുമ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല അവർ പറയണത്. അപ്പോൾ അവർ ആക്ഷൻ കാണിക്കും. ചിലപ്പോൾ ക്യാനുല റിമൂവ് ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവുക, IV ഇൻഫ്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാനായിരിക്കും അവർ ആക്ഷൻ കാണിക്കും. IV ക്യാനുല അല്ല, ഇൻഫ്യൂഷൻ കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് കാണിച്ചു തരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ചെയ്യും. ആക്ഷനൊക്കെ ആദ്യമൊക്കെ ഉണ്ടാവും കൂടുതലൊക്കെ. കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ എന്തോരം എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ചിട്ട്. പിന്നെ പറയാൻ പോകുന്നത് എത്ര അവേഴ്സാണ് ആര്യ വർക്ക് ചെയ്യുന്നത്? പിന്നെ നീ ഓവർ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ? ഓവർ ഡ്യൂട്ടി ഇവിടെ എത്ര വരെ ചെയ്യാൻ പറ്റും? അതിനെ കുറിച്ചുണ്ടോ? അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 days ആണ് 8 hours ആണ് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ നൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നൈറ്റിന് ചെയ്യണതനുസരിച്ചിട്ട് ഇപ്പോൾ എനിക്ക് മന്ത്ലി ഒരു 11 days ഒക്കെ ഓഫ് കിട്ടും. അപ്പം നൈറ്റ് ചെയ്യാത്ത ആൾക്ക് ശരിക്കും വീക്കിലി 2 days ഒക്കെ ഓഫ് ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഓഫും പിന്നെ ലീവ് പബ്ലിക് ഡേയ്സ് ഒക്കെ നമുക്ക് ഓഫ് തരണമെന്നില്ല. അതിന് പകരം അവർ എക്സ്ട്രാ സാലറി പേ ചെയ്യാണ് ചെയ്യാറ് കൂടുതലും.
നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ? വർക്ക് ചെയ്യാം. പെയ്ഡ് ലീവ്, ആനുവൽ ലീവ് നമുക്ക് ശരിക്കും 6 വീക്സ് ആണ് പറയുന്നത്. അതായത് 3 ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് 6 വീക്സ് കിട്ടും. അതായത് 3 ഷിഫ്റ്റ് ചെയ്യാത്തവർക്ക് അതിനനുസരിച്ച്, നൈറ്റ് ചെയ്യാത്തവർക്കൊക്കെ അതിനനുസരിച്ച് ലീവ് കുറവായിരിക്കും. നമുക്ക് 100% ചെയ്യുന്ന 3 ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് 6 വീക്സ് ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് ആണ്, ഒരുവിധം എല്ലാ ഹോസ്പിറ്റലിലും കിട്ടുന്നതാണ്. അങ്ങനെയാണ് ലീവിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇവിടെയുള്ള ഓവർ ഡ്യൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഓവർ ഡ്യൂട്ടി എങ്ങനെയാണ്? സെയിം ഹോസ്പിറ്റലിൽ തന്നെ ഓവർ ഡ്യൂട്ടി ചെയ്യാൻ പാടില്ല നമുക്ക്. ഇപ്പൊ സപ്പോസ് ഇവിടെ കണ്ടുവരുന്നുണ്ട് മലയാളി ടീച്ചർമാർ പോണത്. ഇപ്പം നമ്മളിപ്പോൾ സാധാ ഹോസ്പിറ്റലിൽ 100% ചെയ്യുക, എന്നിട്ട് ഒരു 450 ബേസിൽ, അതായത് മിനി ജോബ് പോലെ വേറെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ കയറുകയാണെന്ന് വെച്ചാൽ 450 അവർക്ക് ടാക്സ് പിടിക്കാണ്ട് അങ്ങനെ തന്നെ ഫുൾ എമൗണ്ട് കിട്ടും. അത് നൈറ്റ് എടുക്കുകയാണെങ്കിൽ മന്ത്ലി 2 നൈറ്റൊക്കെ ചെയ്താൽ മതി. അപ്പോൾ 450 നമുക്ക് കട്ടിങ്സ് ഒന്നും ഇല്ലാണ്ട് ഫുൾ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൽ ഈ ഒരു തിങ്കൾ തൊട്ട് വെള്ളി വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ ശനിയും ഞായറും കൂടി വർക്കിന് പോകാൻ പറ്റില്ല ആ ഹോസ്പിറ്റലിൽ പോവില്ല. ഹോസ്പിറ്റലിൽ ഫിക്സഡ് ടൈമിങ്സ് ആയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ പാർട്ട് ടൈം ആയിട്ട് വർക്കിന് പോകേണ്ടി വരും. പിന്നെ ഒരു 3 years കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ പെർസെൻറ്റേജ് ഒക്കെ കുറയ്ക്കാം. വേണമെങ്കിൽ എനിക്ക് 80%, ഇപ്പം ഞാൻ 100% ചെയ്യണം, അത് 80% ആക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേറെ ഹോസ്പിറ്റലിൽ ജോബിന് പോകാം. ഇപ്പം നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ ടാക്സ് കട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഇവിടുത്തെ എല്ലാവർക്കും അറിയണമെന്നൊരു ആഗ്രഹമായിരിക്കും, സാലറി എത്രയാണ് കിട്ടുന്നത്, അതിന് എത്ര ടാക്സ് പോകുന്നുണ്ട്. ഇപ്പോൾ ആരും ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഹസ്ബൻഡിനെ കൊണ്ടിട്ടില്ല. അപ്പോൾ നിനക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പിന്നെ അക്കോമഡേഷൻ എത്ര പോകുന്നു, അങ്ങനത്തെ ഒരു ടോട്ടൽ ചെലവും വരവും? അത് പല സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇത് ഫ്രാങ്ക്ഫർട്ട് ആയതുകൊണ്ട് എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷെ കഴിഞ്ഞ മാസം വരെ ഞാൻ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് സേവിങ്സ് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ ഇനി ഇപ്പോൾ കുറച്ചും കൂടി കുറയും. എക്സ്റ്റേണൽ റെൻറ്റ് കുറച്ച് അധികം പോകുമല്ലോ. അങ്ങനെ കഴിഞ്ഞ സ്പൗസിനെ കൊണ്ടുവരാൻ നിൽക്കണ കാരണം ഇപ്പോൾ ആര്യ വേറെ വീടെടുത്തായിരുന്നു, അക്കോമഡേഷൻ അല്ലാണ്ട് സ്വന്തമായിട്ട് വേറെ വീടെടുത്തായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് റെന്റ് കൂടുതൽ അടയ്ക്കണം. നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് വലിയൊരു എമൗണ്ട് പോവും. എനിക്ക് 2000 പോയായിരുന്നു. പിന്നെ റെന്റും അതിനനുസരിച്ച് ഉണ്ട്. ഈ ടാക്സ് എത്ര പോവായിരുന്നു? ടാക്സ് ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ് വെച്ച് എനിക്കറിയില്ല. എന്തായാലും ഒരു 35 above പോകുന്നുണ്ടാവും ടാക്സ്. സിംഗിളാണ് ഞാൻ. സിംഗിൾ കല്യാണം കഴിച്ചാലും സ്പൗസ് ഇവിടെ വരാത്തതുകൊണ്ട് സിംഗിൾ കാറ്റഗറിയിലാണ് കിടക്കുന്നത്. കഴിഞ്ഞ മാസം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഉള്ള അവരുടെ അക്കോമഡേഷൻ്റെ റെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കയ്യിലൊരു 2200 euro കിട്ടിയായിരുന്നു. അതായത് റെൻറ്റ് കട്ടാവാണ്ട് ഒരു 2600 കിട്ടിയായിരുന്നു ടാക്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ അത് പക്ഷേ എനിക്ക് ഈസ്റ്ററിൻ്റെ ഇത് കൂടിയായിരുന്നു. ഈസ്റ്ററിന് ഞാൻ 2 ദിവസം വർക്ക് ചെയ്തായിരുന്നു. അതിൻ്റെ അലവൻസ് കയറിയോണ്ടാണ് കഴിഞ്ഞ മാസം എനിക്ക് ഇത്ര എമൗണ്ട് കയറിയത്. കൂടും. അപ്പോൾ സ്പൗസിനെ ഇപ്പോൾ ആരും ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിപ്പോൾ എത്ര ടൈം എടുത്തു? എന്തൊക്കെയാണ് അതിന് ആവശ്യമായിട്ടുള്ള വന്ന കാര്യങ്ങൾ, റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു അതിന്? സ്പൗസിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് മെയിനായിട്ട് റെസിഡൻസ് പെർമിറ്റ് വേണം ഇവിടെ. പിന്നെ 3 months സാലറി സ്ലിപ്പ് വേണം. പിന്നെ വീടിൻ്റെ ഡീറ്റെയിൽസ് വേണം. 2 പേർക്ക് നിൽക്കാനായിട്ട് 36 square meter ഉള്ള വീട് വേണം. അപ്പോൾ ആര്യയുടെ റെസിഡൻസ് പെർമിറ്റ് വെച്ച് സ്പൗസിനെ ഇങ്ങോട്ട് വരാനായിട്ട് സ്പൗസിന് ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യം വന്നു? ആള് A1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. A1 മാത്രം മതി. പാസ്സായെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. പിന്നെ കുറച്ച് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ്, ആളുടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞതിൻ്റെ, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, അത്രയൊക്കെ മതി. ആര്യ ഇപ്പോൾ റെസിഡൻസ് പെർമിറ്റിലാണ് ഇവിടെ നിൽക്കുന്നത്, എന്നിട്ടാണ് സ്പൗസിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്ര വർഷം ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അങ്ങനെയുണ്ടോ? ഒരു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉറക്കൊണ്ടുള്ള ആൾക്ക് 3 months സാലറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഫ്രാങ്ക്ഫർട്ട് ആയതുകൊണ്ട് ഇത്തിരി സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ റെസിഡൻസ് പെർമിറ്റ് ഉണ്ടെങ്കിലാണ് മെയിനായിട്ട് കൊടുക്കുകയുള്ളൂ. ഇനി ആയിരിക്കും എപ്പോഴാണ് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ഇനിയിപ്പോൾ 4 വർഷത്തെ റെസിഡൻസ് പെർമിറ്റാണ് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ എനിക്ക് അപ്ലൈ ചെയ്യാം PR-ന്. പക്ഷേ ഇവിടെ B1 ഇൻ്റഗ്രേഷൻ കോഴ്സ് കഴിയണം. അതുണ്ടെങ്കിലാണ് അവർ നമുക്ക് PR-ന് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. നിനക്ക് നാട്ടിൽ വർക്ക് ചെയ്തല്ലോ 1 വർഷം, അത് കഴിഞ്ഞ് ഇവിടെ വർക്ക് ചെയ്തു, എവിടെയാണ് നല്ലതായിട്ട് തോന്നിയത്? കുറച്ചും കൂടി ജോബ് ഇവിടെയാണ്. നമുക്ക് എന്താ പറയുക, റിസ്ക് ആയിട്ടുള്ള ജോബ്സ് ഒന്നും ഇവിടെ ചെയ്യണ്ട. IV ക്യാനിൽ ഇടണ്ട, ബ്ലഡ് എടുക്കണ്ട, കത്തീറ്റർ ഇടണ്ട, IV മെഡിസിൻസ് കൊടുക്കണ്ട, അങ്ങനെ ഒന്നുമില്ല. നമുക്കിപ്പോൾ ബേസിക് കേസ് ഉണ്ടായിരിക്കും. നോർമൽ വാർഡാണെങ്കിൽ ഇപ്പോൾ ഗൈനക്ക് ആയതുകൊണ്ട് എനിക്കില്ല, പിന്നെ കുട്ടികളുടെ കൂടെയല്ല, അപ്പോൾ അതില്ല. പിന്നെ ചില ഹോസ്പിറ്റലിൽ നമ്മൾ ഫുഡൊക്കെ കൊടുക്കേണ്ടി വരും. ഫുഡ് ഇപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിലുണ്ട് ഫുഡ് ടൈലൻഡ് ചെയ്യാനായിട്ട് ആൾക്കാർ. ചിലപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യേണ്ട, ആദ്യം നിന്ന ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്യേണ്ട വന്നു.
പിന്നെ മെയിനായിട്ട് ഓറൽ മെഡിസിൻസ് ഒക്കെ കൊടുക്കാം നമുക്ക്. പിന്നെ ബാക്കിയുള്ള കെയറുകളൊക്കെ ബേസിക് കെയർസ് ചെയ്യണം. അത്രയൊക്കെ തന്നെയുള്ളൂ മെയിനായിട്ട്. അപ്പോൾ ഇവിടെയാണ് നല്ലതെന്ന് പറയുന്നത്. വർക്ക് വർക്ക് ലോഡ് ഇല്ല, വർക്ക് പ്രഷർ ഇല്ല, നമുക്ക് സ്ട്രെസ് ഒന്നുമില്ല. ഇന്ന കാര്യം ചെയ്തിട്ട് എന്തായി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ആലോചിച്ചിരിക്കേണ്ട അതില്ല, നമുക്ക് ഇല്ല. ഇപ്പോൾ സേവിങ്സിനായാലും സാലറി ആയാലും വർക്കായാലും എല്ലാം കൊണ്ടും ഇവിടെയാണ് ആയിരിക്കും നല്ലതായിട്ട് തോന്നിയത് നാട്ടിലത്തെ. ബെറ്റർ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം വന്ന ഹോസ്പിറ്റലിലാണെങ്കിൽ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ഹോസ്പിറ്റൽ മാറി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. മെയിനായിട്ടും ആര്യയുടെ എക്സ്പീരിയൻസ്. ഇത് ഈ ഒരാളുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് തന്നെ ആയിരിക്കണമെന്നില്ല ഇവിടെയുള്ള ബാക്കിയുള്ള നേഴ്സുമാർക്ക്. ഞാനെങ്കിലും ഇവിടുത്തെ ഒരു നേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഇവിടേക്ക് വരുന്നവർക്ക് ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരാളുടെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരാളുടെ എക്സ്പീരിയൻസ് ഞാൻ വിചാരിച്ചത് ഇവിടെ മൊത്തം ഇങ്ങനെയാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല, ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇതിപ്പോൾ ഒരു നേഴ്സിന് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നാട്ടിൽ നേഴ്സിംഗ് കഴിഞ്ഞ് ലാംഗ്വേജ് പഠിച്ച് ഇവിടെ എത്തിയ നേഴ്സാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.